കഴിഞ്ഞ ദിവസം നമ്മൾ സ്നെയിൽ മെത്തേഡ് ട്രൈ ചെയ്തായിരുന്നു. അപ്പോൾ ലുക്ക് അറ്റ് ദിസ്. എന്ത് ഭംഗിയായിട്ടാണ് നമ്മുടെ സ്നെയിൽസിൽ ഓരോ ചെടിയും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പൂക്കളാണ് കൂടുതലായിട്ട് ചെയ്തത്. സോ ഇത് നമ്മുടെ ഗ്ലോബ് അമരാന്ത്. അപ്പോൾ അത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മളപ്പോൾ പതുക്കെ നമ്മുടെ ഗാർഡൻ ബെഡിലേക്ക് ലുക്ക് അറ്റ് ദിസ് വൺ. ഇത് നമ്മുടെ സീനിയാണ്. സീനിയ നന്നായിട്ട് വളർന്ന്, അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അത് എത്രയും പെട്ടെന്ന് നടണം. കുറച്ച് ഞാൻ ബിസിയായി പോയി, അതുകൊണ്ടിട്ടാണ്. ഇത് സ്ട്രോ ഫ്ലവർ. പിന്നെ ടൊമാറ്റോ നട്ട് നോക്കിയായിരുന്നു, ടു സീ വെദർ ടൊമാറ്റോ ഇങ്ങനത്തെ ഇതിൽ പിടിക്കുമോ എന്ന് അറിയാനായിട്ട്. നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ടൊമാറ്റോ. ഞാൻ വെറുതെ ചുമ്മാ കുറച്ച് സീഡ്സ് ഇട്ടതാണ്. ടൊമാറ്റോ നന്നായിട്ട് പിടിച്ചു. പെപ്പർ ഇട്ട് നോക്കിയായിരുന്നു, പെപ്പറും പിടിച്ചു. അപ്പോൾ സ്നെയിൽ മെത്തേഡ്, ഇവിടെ പെപ്പറുണ്ട്. സ്നെയിൽ മെത്തേഡ് അപ്പോൾ എല്ലാത്തിനും പിടിക്കും. ഇത് നമ്മുടെ ബഞ്ചിങ് അണിയൻ പിടിപ്പിച്ച് നോക്കിയതാണ്. സോ ദാറ്റ്സ് ഓൾസോ എ സക്സസ്. ഇത് പൂവാണ്, പൂക്കളുടെ. ദിസ് ഇസ് ഫീവർ ഫ്യൂ എന്ന് പറഞ്ഞ പൂവ്. ജമന്തി, എല്ലാത്തരം ചെടികളും പിടിച്ചു. സോ നമ്മളിത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ ഈ സീഡ് സെൽസും ട്രേസും ഒന്നും വേണ്ട, അധികം മണ്ണ് വേണ്ട, പിന്നെ സ്പേസ് വേണ്ട. അപ്പോൾ എല്ലാം കൊണ്ടും ദിസ് ഇസ് റിയലി ഗുഡ്. പക്ഷേ ഇനി ട്രാൻസ്പ്ലാന്റ് ഷോക്ക് ഉണ്ടാവുമെന്നും കൂടി നമ്മൾ ട്രൈ ചെയ്യണം. അപ്പം ഞാനിപ്പോൾ നമ്മുടെ ഗാർഡനിലേക്ക് ഇത് ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച്. നമുക്കത് ഇത് നമ്മുടെ ഗ്ലോബ് അമരാന്ത് ഒന്ന് തുറന്ന് നോക്കാം. ടു സീ ഹൗ ഇറ്റ് ഓൾ പെയ്ഡ് ഓഫ്. ഇത് പതുക്കെ ഇതൊന്ന് തുറന്ന് നോക്കാം. ടു സീ ഹൗ ഇറ്റ് ലുക്സ്. നല്ല നനവുണ്ട്. എന്നാൽ നമുക്ക് എല്ലാ ദിവസവും നനച്ച് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അതിൻ്റെ ചെടി ഇങ്ങനെ എടുത്തിട്ട് പതിയെ നട്ടാൽ മതിയാവും. സോ ദിസ് ഇസ് ഗുഡ്. ഇവിടെ വരെ റൂട്ട് കാണാം നമുക്ക് ഇതിൻ്റെ ചെടിയുടെ. പിന്നെ പതുക്കെ ഓരോ പ്ലഗ് പോലെ ഇങ്ങനെ എടുക്കാം. വിച്ച് ഇസ് ജസ്റ്റ് ലൈക്ക് നമ്മുടെ എന്താണ് സീഡ് സെല്ലിൻ്റെ. പിന്നെ റൂട്ട്സ് ഇവിടെ വരെ വന്നിട്ടുണ്ട്, ഉണ്ടോ? അപ്പോൾ പതുക്കെ ഇങ്ങനെ തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടികൾ പതുക്കെ എടുത്ത് നമുക്ക് നടാം. സോ ദാറ്റ്സ് നോട്ട് ബാഡ്. ഇനിയിപ്പോൾ നമുക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് അതിന് ട്രാൻസ്പ്ലാന്റ് ഷോക്ക് ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഈസ് വൺ ഓഫ് ദ ഗുഡ് മെത്തേഡ്സ് ഐ കുഡ് സേ. സീഡ് ട്രേയിൽ ചെയ്താലും സ്നെയിൽ മെത്തേഡിൽ ചെയ്താലും സക്സസ്ഫുൾ ആവുമെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ വേറൊരെണ്ണം ട്രൈ ചെയ്തത് ബാഗി മെത്തേഡാണ്. ദാറ്റ് വാസ് ഓൾസോ സൂപ്പർ സക്സസ്. ഇപ്പം സോഫാർ എനിക്ക് ഇഷ്ടം ആയതും കംഫർട്ടബിളായിട്ട് ചെയ്യാൻ തോന്നിയതും പ്ലാന്റ്സിന് ഹെൽത്തി ആയിട്ട് വളരുന്നതും ഡയറക്റ്റ് സോയിങ് ആണ് കേട്ടോ. നമ്മുടെ വെതറും ടെമ്പറേച്ചറൊക്കെ കറക്റ്റായിട്ട് വരുവാണെങ്കിൽ സീഡ് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗാർഡൻ ബെഡിലേക്ക് ഇടുകയാണ് വൺ ഓഫ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ്. അപ്പോൾ ഇനി ഞാനിതൊക്കെ പതുക്കെ, ഇന്നിവിടെ നല്ല വെതറാണ്, അപ്പോൾ ഞാനിതൊക്കെ പതുക്കെ ഗാർഡനിലേക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യുവാണ്. ഓക്കെ, so that's an update for today. Hope you enjoyed equally as I did. അപ്പോൾ നമ്മുടെ സ്നെയിൽ മെത്തേഡ് is a success. See you in the next video. Bye.